ബുദ്ധൻ ജീവിച്ചിരുന്ന 12 വർഷവും അലഞ്ഞുതിരിയുകയായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് എപ്പോഴും കാണിച്ചു തരുന്നത് അദ്ദേഹം ഇരിക്കുന്നത് പോട്ടെ, വിഷ്ണു അനന്തശയനത്തിൽ കിടക്കുന്നത് പോലെ അദ്ദേഹം കിടക്കുന്നതായാണ് കാണിക്കുന്നത്. എപ്പോഴാണ് അദ്ദേഹത്തിന് കിടക്കാൻ സമയം കിട്ടിയിരുന്നത്? എപ്പോഴെങ്കിലും ബുദ്ധന്റെ പോരാട്ടം കാണിച്ചിട്ടുണ്ടോ? ആ മനുഷ്യന്റെ വേദനിക്കുന്ന മുഖം കാണിച്ചിട്ടുണ്ടോ? ബുദ്ധൻ ഒരുപാട് വേദന അനുഭവിച്ചിരുന്നു. എന്നാൽ നമ്മളെ ഒരിക്കലും ആ മുഖം കാണിക്കാറില്ല. നമ്മളെ കാണിക്കുന്നത് അദ്ദേഹം ശാന്തനായിരുന്നു എന്ന് മാത്രമാണ്. ശാന്തമായ ഒരു ചിത്രം മാത്രം എടുത്തുപിടിച്ചിരിക്കുന്നു. വെറുതെ ശാന്തനാകാൻ കഴിയില്ല. അതിന് ഒരുപാട് അധ്വാനം ആവശ്യമാണ്. പോരാടേണ്ടി വരും. ഉള്ളിൽ നിന്ന് തകർന്നു പോകും. അദ്ദേഹം പദ്മാസനത്തിലിരിക്കുകയാണെന്ന് നിങ്ങളോട് പറഞ്ഞു. എന്ത് പദ്മാസനം? സത്യം പരുക്കനാണ്. സത്യത്തിന്റെ പരുക്കൻ സ്വഭാവം നമ്മുടെ തൊലി ഉരിക്കും. അതുകൊണ്ട് സത്യത്തെ വളരെ മൃദുവാക്കി നമ്മളെ കാണിക്കുന്നു. കാരണം അങ്ങനെ കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം കാണിച്ചു തന്നാൽ എങ്ങനെയുണ്ടാകുമെന്ന് ആലോചിച്ചു നോക്കൂ. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഓരോ അംശത്തിലും പോരാട്ടത്തിന്റെ കഥയുണ്ടാകും. മുഖത്ത് മുറിപ്പാടുകൾ, ജട പിടിച്ച മുടി, വെട്ടിയൊതുക്കാത്ത താടി, കീറിയ വസ്ത്രങ്ങൾ, കരുത്തുറ്റ ശരീരം. അങ്ങനെയാകുമ്പോൾ കണ്ണുകളിൽ ഒരു തേജസ് ഉണ്ടാകും. യഥാർത്ഥ ജീവിതം ജീവിക്കുക എന്നാൽ തകരുക എന്നാണ്. നമുക്ക് നമ്മുടെ ജ്ഞാനികളുടെയും ഋഷികളുടെയും വേദനിക്കുന്ന മുഖം വേണം, വെല്ലുവിളിക്കുന്ന മുഖം വേണം, തകരുന്ന മുഖം വേണം. എല്ലാം തകരുമ്പോഴും ഉള്ളിൽ കൂടിച്ചേർന്നിരിക്കുന്ന ആ കാര്യം എന്താണെന്ന് നമുക്ക് കാണണം. അതിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത്.